കൊച്ചേ, നിന്നെ ഞാനിനി വിളിക്കുകയല്ല കേട്ടോ. ഈ ക്രിസ്മസിന് നീ നാട്ടിൽ വന്നേക്കണം. 2 കൊല്ലാലിടി മോളെ നിന്നെ ഞാനൊന്ന് കണ്ടിട്ട് നീ വന്ന് എന്നാന്ന് വെച്ചാൽ ഒരു തീരുമാനം ഉണ്ടാക്കുക. എന്നേച്ചു മതി ഇനി ബാക്കി കാര്യങ്ങളൊക്കെ. ഫോണിലൂടെ എബിയുടെ വാക്കുകൾ കാതിൽ വീണപ്പോൾ എന്ത് പറയണമെന്നറിയാതെ മെർലിൻ കുഴങ്ങി. അവളുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ പൊടിയുന്നുണ്ടായിരുന്നു. എന്നതാ എബിച്ച ഞാൻ പറയണ്ടേ? എൻ്റെ ജന്മം ഇങ്ങനെയായിപ്പോയി. അനിയത്തിയാണെങ്കിൽ 2ാമത്തെ പ്രസവത്തിന് കൊണ്ടുവന്നിട്ടുണ്ട്. പോരാത്തിന് അവൾക്ക് കൊടുക്കാൻ ബാക്കിയുള്ളതൊക്കെ ഇത്തവണയിലും കൊടുക്കണമെന്ന് ഇവിടെ അമ്മച്ചിയെ വിളിച്ച് പ്രത്യേകം പറഞ്ഞേക്കുക. അതുമില്ല, അനിയനെ പ്രാവശ്യം എഞ്ചിനീയറിംഗ് കോളേജ് ചേർക്കണമെന്ന് കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോൾ കൂടി അപ്പച്ചൻ പറഞ്ഞിരുന്നു. അഡ്മിഷന് കാശ് എത്ര ചെലവാകുന്ന? ഞാൻ നാട്ടിൽ വന്ന ഇതുവല്ലം നടക്കുവോ? അതേടി, നീ വന്ന ഒന്നും നടക്കത്തില്ല. നിന്റെ അനിയത്തി ഇപ്പോൾ 2 പറ്റില്ലേ? അനിയൻ ചെക്കനെ കൂടി പഠിപ്പിച്ച് എഞ്ചിനീയറോ കളക്ടറോ ആക്ക്. എന്നുവെച്ച് നീ വരുന്നവരെ എബിയോടെ ഇരിക്കണം എന്നാണോ? 1 2 അല്ല, കൊല്ലം 10 നിന്നെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്. എൻ്റെ അമ്മച്ചിയാണെങ്കിൽ നിന്റെ അമ്മച്ചിയെ പോലെയല്ല, വയസ്സും പ്രായമൊക്കെ ആയി. കഴിഞ്ഞ ദിവസം കുളിമുറിയിലൊന്നും തെന്നി വീണായിരുന്നു. വീട്ടിലെ കാര്യം നിനക്ക് അറിയാവുന്നല്ലേ. ഒറ്റയ്ക്ക് എന്നെ കൊണ്ട് എന്നാ ചെയ്യാൻ പറ്റും? അയ്യോ ബിച്ച, അമ്മച്ചിക്ക് എന്നതാ പറ്റിയേ? ശരിക്കും സങ്കടം വന്ന മെർലിൻ കരഞ്ഞുപോയി. ഞാൻ പറഞ്ഞായിരുന്നല്ലേ ബിച്ച, എന്നെ വിട്ട് പോയിക്കോളാൻ. എന്നുവെച്ച് വേറെ കിട്ട്. ഈ വയസ്സുകാലത്ത് അമ്മച്ചിട്ട് കഷ്ടപ്പെടുന്നതിലും ഭേദം അതാ. ഓ, നീ പറയാത്തോണ്ട് അത്രയും നാൾ ഞാൻ കെട്ടാണ്ടിരുന്നത്. നിന്നെ സ്നേഹിച്ച പോലെ വേറെ ആരും സ്നേഹിക്കാൻ പറ്റത്തില്ലാത്തോണ്ടാടി പുല്ലേ. അല്ലാതെ എബിച്ചിന് വേറെ പെണ്ണിട്ടായിട്ടല്ല. നീ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നിന്നെ വലിച്ച് മനസ്സിൽ കയറ്റിയവനാ ഈ ഞാൻ. നീ ഇപ്പോൾ വലിയ നേഴ്സായി, ഗൾഫിൽ ജോലിയായി. പിന്നെ എന്നാ വേണം? നിന്റെ വീടും വീട്ടുകാർ രക്ഷപ്പെട്ടു. ഇതുവരെ ഞാനൊന്നും പറഞ്ഞില്ലെന്നേ ഉള്ളൂ. എന്നാൽ ഇനി പറയാതിരുന്നത് ശരിയാവത്തില്ല. നിന്റെ വീട്ടുകാർക്കാണെങ്കിൽ അതൊന്നും കേട്ട ഒരു കൂസലുമില്ല. അതിന് നാണോമാനം ഉണ്ടെങ്കിലല്ലേ. കൊച്ചെ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. അവസാനം ജീവിതം പോകുന്നത് നിന്റെ ആയിരിക്കും. നിന്നെ സ്നേഹിച്ചു പോയെന്ന് ഞാൻ ഈ ജന്മം മുഴുവൻ ഇങ്ങനെ ഉരുകി തീരേണ്ടി വരും. അത് നീ ഓർത്തോ. എന്നാലും ഞാൻ ഫോൺ വെച്ചേക്കുവാ. ക്രിസ്മസിന് നീ വന്നേക്കണം. ബാക്കിയൊക്കെ അപ്പം പറഞ്ഞാൽ മതി. എബി ഫോൺ കട്ട് ചെയ്തു. കുറച്ച് സമയം എന്ത് ചെയ്യണമെന്ന് മെർലിനൊരു പിടിയും കിട്ടിയില്ല. ക്രിസ്മസിന് ഇനിയും മാസങ്ങളുണ്ട്. ഹോസ്പിറ്റലിൽ പറഞ്ഞാൽ തനിക്ക് ഉറപ്പായും ലീവ് കിട്ടും. കാരണം കഴിഞ്ഞ 6 വർഷത്തിനിടയ്ക്ക് താൻ ഒറ്റ പ്രാവശ്യമാണ് നാട്ടിൽ പോയത്. അതും 45 ദിവസത്തെ ലീവ്. ആദ്യമൊക്കെ എബിസിനെ കാണാത്തിൽ നല്ല വിഷമമുണ്ടായിരുന്നു. പിന്നെ അത് ശീലായി. ഇവിടുത്തെ 12 മണിക്കൂർ ഡ്യൂട്ടിക്കിടെ വേറെ ഓർക്കാൻ നേരമില്ലാതെയായി. അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും ആഴ്ചയിലൊരിക്കൽ വരുന്ന പരാതിക്കും സങ്കടത്തിനുമിടയിൽ ഞാൻ തളർന്നു. പൈസ ഉണ്ടാക്കാൻ മാത്രമായി ശ്രദ്ധ. ശരിക്കും അവർക്കൊക്കെ എന്താണ് പറ്റിയത്? ആവശ്യത്തിന് പൈസ കിട്ടി തുടങ്ങുമ്പോൾ ആളുകളിങ്ങനെ മാറുമോ? താൻ പഠിച്ചിരുന്ന കാലത്ത് ഇന്നും അപ്പച്ചൻ പണിക്ക് പോവുകയായിരുന്നു. പക്ഷേ താൻ ഗൾഫിൽ വന്ന ശേഷം പണിക്ക് പോയതായിട്ട് കേട്ടിട്ടില്ല. അനിയത്തിയുടെ കോളേജിൽ പഠിച്ചിരുന്നൊരു പയ്യനുമായി അവൾക്ക് ചുറ്റിക്കളി ഉണ്ടായിരുന്നെന്ന് പിന്നെയാണ് അറിഞ്ഞത്. ഒരു ദിവസം അമ്മച്ചി വിളിച്ചിട്ട് അവളുടെ കല്യാണം വേഗം നടത്തിയില്ലെങ്കിൽ കുടുംബത്തോട് ആത്മഹത്യ ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞപ്പോൾ സമ്മതിക്കാതെ വേറെ വഴിയുണ്ടായിരുന്നില്ല. അനിയനും കണക്കാണ്. മൊബൈലും ലാപ്ടോപ്പ് എന്ന് പറഞ്ഞ് ഒരുപാട് ആവശ്യങ്ങളുമായി വരുന്നവൻ. എന്തെങ്കിലും എതിര് പറഞ്ഞാൽ ചേച്ചിയോടല്ലാതെ ആരോടാ ഞാൻ പറയാന്നുള്ളൊരു മറുപടിയും കരച്ചിലും. പിന്നെ മറുത്തൊന്നും പറയാൻ തോന്നില്ല. ഇപ്പം എല്ലാവർക്കും താൻ പൈസ ഉണ്ടാക്കുന്ന യന്ത്രം പോലെ ആയി കഴിഞ്ഞിരിക്കുന്നു. ഒരിക്കൽ പോലും ആരും പറഞ്ഞിട്ടില്ല തൻ്റെ കല്യാണക്കാര്യത്തെക്കുറിച്ച്. ഇതിനിടെ ലഭിച്ച മാത്രമായിരുന്ന ഒരു ആശ്വാസം. എത്ര കാലം വേണമെങ്കിലും കാത്തിരിക്കുമെന്ന് ഉറപ്പുണ്ടായിരുന്നു. തൻ്റെ എബിച്ചൻ്റെയും കാര്യം നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. എബിച്ചനെ ഭയങ്കര സ്നേഹമായിരുന്നു തൻ്റെ അമ്മച്ചിക്ക് പോലും ഇപ്പോൾ ആ പേര് കേൾക്കുന്നേ ഇഷ്ടമില്ല. തന്നെ എബിച്ചൻ കെട്ടിക്കഴിഞ്ഞാൽ അവർക്ക് പിന്നെ ഒന്നും കിട്ടില്ല എന്നതായിരിക്കും അതിന് കാരണം. അത് തനിക്ക് നന്നായിട്ട് അറിയാം. തന്നെ മാത്രം മനസ്സിൽ വിചാരിച്ച് നടക്കുന്ന തൻ്റെ എബിച്ചനെ ഇനിയും വിഷമിപ്പിക്കാൻ പാടില്ലെന്ന് അവൾ മനസ്സിൽ ഉറപ്പിച്ചു. പിറ്റേ ദിവസം ജോലി തിരക്ക് ഇത്തിരി കൂടുതലായിരുന്നു. കിടക്കുന്ന മൊബൈൽ നോക്കിയപ്പോഴാണ് കണ്ടത് വീട്ടിൽ നിന്ന് 3 പ്രാവശ്യം വിളിച്ചിരിക്കുന്നു. പുതിയ ആവശ്യങ്ങൾക്കാവെന്ന് അറിയാവുന്നതുകൊണ്ട് ഡ്യൂട്ടി തീരുന്നവരെ അവൾ തിരിച്ചു വിളിച്ചില്ല. രാത്രിയായപ്പോൾ അവൾ അപ്പച്ചൻ്റെ ഫോണിലേക്ക് വിളിച്ചു. മോളെ, നീ എന്നെ അടുക്കുവായിരുന്നടി. എത്ര നേരമായി ഞാൻ കിടന്ന് വിളിക്കാന്നറിയോ? പണിയായിരിക്കുമല്ലയോ എന്ന് അപ്പച്ചൻ ചോദിച്ചപ്പോൾ നിനക്ക് സുഖമാണോ മോളെ എന്നൊരു ചോദ്യം അവൾ പ്രതീക്ഷിച്ചു. പക്ഷെ അങ്ങനെ ഒരു വാക്യം അവൾ കേട്ടതില്ല. ഉള്ളിലുള്ള വിഷമം മറച്ചു പിടിച്ചവൾ ചോദിച്ചു, എന്നതാ അപ്പച്ച കാര്യം? ഡ്യൂട്ടിയിലായിരുന്നതുകൊണ്ട് കണ്ടില്ലായിരുന്നു. ഏയ്, ഒന്നുമില്ലടി കൊച്ചേ. ഇനിയിപ്പോ ചൂടാലം വരാൻ പോവല്ലേ. മുമ്പത്തെ പോലെ നല്ല നമ്മുടെ നാട് എന്നാ ചൂടാന്നറിയോ? രാത്രി ഉറങ്ങാൻ ഒക്കുകയല്ല. നമ്മുടെ ജോർജിന്റെ വീട്ടിൽ ഇന്നലെ പോയപ്പോ അവിടെ ഒരു AC വാങ്ങി വെച്ചേക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. അത് കൂട്ടൊരെണ്ണം നമുക്കും കൂടെ വാങ്ങാം. നീ എന്നാ പറയുന്നു? നീ എപ്പോഴെങ്കിലും വരുമ്പോൾ നിനക്കും കിടക്കാലോ. ഒരു 25,000 രൂപ നീ അയച്ച. അതുവരെ മറച്ചു പിടിച്ച മെർലിന്റെ സങ്കടവും ദേഷ്യമെല്ലാം കൂടെ പുറത്തിയാടി. ഒരെണ്ണം മതി അപ്പച്ച. ഡൈനിങ് ഹാളിലും ബാത്റൂമിലും കൂടി ഓരോന്നായാലോ? അപ്പൊ പിന്നെ ഏത് നേരം വിയർക്കാതിരിക്കാം. ദേഷ്യം കൊണ്ട് അവൾ നിന്ന് വിറക്കുന്നുണ്ടായിരുന്നു. അപ്പച്ചനെ എന്നെ അറിഞ്ഞേച്ച് ഈ വർത്താനം പറയുന്നേ? ഞാനിവിടെ പൈസ കുഴിച്ചെടുക്കുന്നതാണ് വിചാരിച്ച് വെച്ചേക്കുന്നത്. 8 മണിക്കൂർ ജോലി, 4 മണിക്കൂർ അധിക സമയം കൂടി നിന്നിട്ടാ ഓരോന്നും പറയുമ്പോൾ പൈസ അയക്കുന്നത്. ആദ്യമായിട്ടായിരുന്നു അവളുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു പ്രതികരണം. ഒന്നും ഞെട്ടിയെങ്കിലും അയാൾ പറഞ്ഞു, അതെന്നാ വർത്താനടി നീ പറയുന്നേ? അപ്പച്ചനും അമ്മച്ചിക്കും വയസ്സായില്ലേ? ഇനിയേലും ഇച്ചിരി മനസ്സമാനത്തോടെ കിടന്നുറങ്ങണ്ടേ? അപ്പച്ചനൊരു കാര്യം ഓർക്കണം. നിങ്ങളെക്കാളും പ്രായമായവരൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. അവരൊക്കെ ഉറങ്ങുന്നില്ലേ?
പോരാത്തിന് കെട്ടുപ്രായം കഴിഞ്ഞ് വീട്ടിൽ നിൽക്കുന്ന പെൺപിള്ളേർ ആരെങ്കിലും ആ വീട്ടിലൊക്കെ ഉണ്ടോയെന്നൊന്ന് അന്വേഷിച്ച് നോക്ക്. കൊല്ലം കുറേയില്ല അപ്പച്ച ഞാൻ ഈ കഷ്ടപ്പെടാൻ തുടങ്ങിയിട്ട്. പുതിയ വീട് വെച്ചില്ലേ, അനിയത്തെ കെട്ടിച്ചില്ലേ, അനിയനെ പഠിപ്പിക്കുന്നില്ലേ, കാശിൻ്റെ പ്രശ്നമൊക്കെ തീർന്നിട്ട് കാലം കുറച്ചായി. എന്നിട്ടെങ്കിലും എന്നെക്കുറിച്ചൊരു ചിന്ത നിങ്ങൾക്കുണ്ടോ? എന്നെ മനസ്സ് കാണാൻ ആരെങ്കിലും ഉണ്ടോ? അല്പനേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം അപ്പച്ചൻ്റെ ശബ്ദം അവൾ ഫോണിലൂടെ കേട്ടു. എന്നതാടി നീ പറയുന്നേ? നിനക്കതിനധികം പ്രായമൊന്നും ആയില്ലല്ലോ. 30 എന്ന് പറയുന്നൊക്കെ ഒരു വയസ്സാണ് കൂടി. നിന്റെ ജോലിയും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ എപ്പോഴായാലും നിനക്കൊരു ചെക്കനെ കിട്ടും. പിന്നെ എന്നാടി ഒരു കുഴപ്പം? ശരിയാ അപ്പച്ചൻ പറഞ്ഞ്. പക്ഷെ ഒരു കുഴപ്പമുണ്ട്. 25 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ വിവാഹ മാർക്കറ്റിൽ പെണ്ണിനൊരു വിലയില്ലെന്ന് അറിയാലോ. അപ്പച്ചൻ്റെ മനസ്സിലിപ്പോൾ എന്നാന്ന് എനിക്ക് നല്ലോണം അറിയാം. ഇനി ഒരു 5-6 കൂടി എന്നിട്ട് പണിയെടുപ്പിക്കാം. എന്നിട്ട് ഗൾഫിൽ ജോലിയുള്ള RCOദിക്ക് വരന് ആവശ്യമുണ്ട്, കൊണ്ടുപോകും, സാമ്പത്തികം പ്രശ്നമില്ല എന്നൊരു പത്രപരസ്യം കൊടുക്കാം. അപ്പോൾ പിന്നെ ഏതെങ്കിലും ഒരു മധ്യവയസ്കനെ 2ാം കെട്ടുകാരനെ വരും. അയാളെയും കൂടെ പിടിച്ച് കൂടെ നിർത്തിയാൽ പിന്നെ എല്ലാം ശരിയായി. അത് കേട്ടത് അയാൾക്കും ദേഷ്യം കൂടി. നിന്റെ ഉള്ളിലിപ്പോൾ എന്നാന്ന് ഞങ്ങൾക്കൊക്കെ നല്ലപോലെ അറിയാടി. ആ എബിയുടെ കൂടെ പോകാനല്ലേ? അവൻ നല്ലോനാന്ന് നിന്നോട് ആരടി പറഞ്ഞേ? അവനെ പറ്റി കേൾക്കുന്നൊന്നും നിന്നോട് പറയാൻ കൊള്ളുകയല്ല. അവനെ കെട്ടാന്നോർത്ത് എൻ്റെ മുകളിൽ ഇരിക്കണ്ട. നിന്നെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചൊരു നിലയിലാക്കിയ ഞാനാ. എൻ്റെ അധ്വാനം വേറൊരുത്തൻ തിന്നണ്ട. തീറ്റിക്കത്തില്ല ഞാൻ. സമയമാകുമ്പോൾ നിനക്കുള്ള ചെക്കനെ ഞാൻ കണ്ടെത്തി തരും. അല്ല പിന്നെ. അത് കേട്ടതും എത്ര പിടിച്ചു നിർത്തിയിട്ടും കണ്ണുനീർ പുറത്തേക്ക് ഒഴുകി. ഇടറുന്ന ശബ്ദത്തിൽ അവൾ വീണ്ടും പറഞ്ഞു തുടങ്ങി. അപ്പച്ചൻ എന്നെ നഴ്സാക്കാൻ എന്നാ കഷ്ടപ്പാട് സഹിച്ചെന്നായി പറയുന്നേ. ബാങ്കിൽ നിന്നെടുത്ത് ലോണ് പോലും അടച്ചു തീർത്ത് ഞാനാണെന്ന് അപ്പച്ചൻ അറിയാമല്ലോ. ഹോസ്റ്റലിൽ താമസിച്ച് പഠിക്കുമ്പോൾ എനിക്ക് ചിലവുള്ള കാശ് അയച്ചു തന്ന് അപ്പച്ചൻ ഇപ്പം കൊള്ളരുതാത്തവനെന്ന് പറയുന്ന ആ എബിസനാ. അന്നൊക്കെ എബിസൻ കൊള്ളായിരുന്നു. ആ മനുഷ്യനൊക്കെ എന്നേലും പറഞ്ഞ അപ്പച്ചന് ദൈവദോഷം കിട്ടും. വീട്ടുകാരും നാട്ടുകാരൊക്കെ വേർക്കെട്ട എബിസനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ടും ആ പാവ എനിക്ക് വേണ്ടിയാ കാത്തിരിക്കുന്നേ. ഇനി എനിക്കതിനെ വിഷമിപ്പിക്കാൻ വയ്യപ്പച്ച. ഞാനൊരു പെണ്ണല്ലേ. കുടുംബവും കുട്ടികളായിട്ട് ജീവിക്കാൻ എനിക്കും ആഗ്രഹമുണ്ട്. ഞാനൊരു കാര്യം തീരുമാനിച്ചേക്കുക. ഈ ക്രിസ്മസിന് വരാൻ വേണ്ടി ഞാൻ ലീവിന് എഴുതി കൊടുക്കാൻ പോവാ. ഒരു കാര്യം ഞാൻ പറയാം. എന്നെ എബിസൻ കിട്ടിയാലും ഇപ്പം എങ്ങനെയാണോ ഞാൻ ഈ കുടുംബം നോക്കുന്നത്, അതുപോലെ തന്നെ അപ്പച്ചനെ അമ്മച്ചിയെ ഞാൻ നോക്കും. കൂടുതലൊന്നും പറയാനില്ല. ഞാൻ ഫോൺ വെക്കുക. പറഞ്ഞിരുന്നു. അവൾ ഫോൺ കട്ട് ചെയ്ത് കട്ടിൽ കമിഴി നേടുന്ന പൊട്ടിക്കരയാൻ തുടങ്ങി. പിറ്റേന്ന് തന്നെ അവൾ ലീവിന് എഴുതി കൊടുത്തെങ്കിലും മനസ്സ് നിറയെ സങ്കടമായിരുന്നു. ഇതുവരെ അപ്പച്ചനോടും മറ്റുള്ളവരോടും സ്നേഹത്തോടെ അല്ലാതെ സംസാരിച്ചിട്ടില്ല. ലീവ് അനുവദിച്ച് കിട്ടിയാൽ അപ്പച്ചനെ ഒന്നുകൂടി വിളിച്ച് സ്നേഹത്തോടെ സംസാരിച്ച് AC വാങ്ങാനുള്ള പൈസ അയച്ചു കൊടുക്കണമെന്ന് അവൾ മനസ്സിൽ വിചാരിച്ചു. എബിയെ വിളിക്കാൻ പല പ്രാവശ്യം ഫോൺ എടുത്തെങ്കിലും വെറുതെ ആ പാവത്തിന് കൂടി ഇത് പറഞ്ഞ് വിഷമിപ്പിക്കണ്ടെന്ന് കരുതി. ലീവ് കിട്ടിയാൽ ആദ്യം എബിച്ചിനോട് തന്നെ പറയണം. ആൾക്കത് വലിയ സന്തോഷമാവും. എന്തായാലും ലീവ് കിട്ടിയിട്ട് വിളിക്കാമെന്ന് മനസ്സിലുറച്ചു. 2 ആഴ്ച പ്രത്യേകിച്ചൊന്നും സംഭവിക്കാതെ കടന്നുപോയി. പെട്ടെന്നൊരു ദിവസം കൂടെ ജോലി ചെയ്യുന്ന കൊച്ചാണ് പറഞ്ഞ് മെർലിൻ ചേച്ചിയുടെ ലീവ് ശരിയായിട്ടുണ്ടെന്ന്. ക്രിസ്മസിന്റെ തലേദിവസം വീട്ടിലെത്താമെന്ന് കേട്ടപ്പോൾ അവൾക്ക് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാൻ തോന്നി. വിവരം എത്രയും പെട്ടെന്ന് എബിയെ വിളിച്ചു പറയാൻ അവൾ ഫോൺ എടുത്ത് ഹോസ്പിറ്റലിന് പുറത്തേക്ക് ഇറങ്ങി. ഫോൺ തുറന്നു. അതിൽ ആദ്യം വന്ന എബിയുടെ ഒരു മെസ്സേജ് ആയിരുന്നു. അവൾ അത്ഭുതപ്പെട്ടുപോയി. ഇതുവരെ എബിച്ചൻ മെസ്സേജ് അയച്ചിട്ടില്ല. ഒരു ചെറിയ കാര്യം കൂടി പറയാൻ വിളിക്കുകയാണ് പതിവ്. തൻ്റെ ശബ്ദം കേൾക്കാൻ കൊതിയായിട്ടാണതെന്ന് തനിക്ക് നന്നായിട്ടറിയാം. പക്ഷേ വന്നിരിക്കുന്ന മെസ്സേജിന് നീളം കൂടുതലായിരുന്നു. നെഞ്ചിരിപ്പോടെ അവളത് വായിക്കാൻ തുടങ്ങി. ദൈവച്ചേ, സുഖാണോടി നിനക്ക്? നിന്നെ വിളിച്ചു പറയാമെന്ന് വിചാരിച്ചാ. പിന്നോർത്തു വിളിച്ചായതൊന്നും നിന്നോട് എനിക്ക് പറയാൻ പറ്റത്തില്ലെന്ന്. മിനിയാന്ന് നമ്മുടെ അന്നമ്മയുടെ മനസ്സമ്മതായിരുന്നു. അന്ന് പള്ളി വെച്ച് നിന്റെ അപ്പച്ചനെയും അമ്മച്ചയും കണ്ടായിരുന്നു. എന്നെ നടി അവർക്കൊക്കെ പറ്റിയേ. ഞങ്ങൾ 1-2 പറഞ്ഞ് വഴക്കായി. നീ അവിടെ പണിയെടുക്കുന്ന കാശൊക്കെ എനിക്ക് അയച്ചിരുമെന്നാണ് പറയുന്നത്. അത് ആ പള്ളിയിലുള്ള ഒരു മുഴുവൻ കേൾക്കേ. നിന്നെ ഞാൻ കെട്ടിയാൽ പിന്നെ അവർ കുടുംബത്തോടെ വിഷം മേടിച്ചെന്ന് ചാകുന്നവരെ പറഞ്ഞു. നിന്നെ എനിക്കറിയാം, അവർക്ക് വിഷമുണ്ടാക്കുന്നതൊന്നും നീ ചെയ്യില്ലെന്ന്. പക്ഷേ അത് കേട്ട് അന്ന് തളർന്ന എൻ്റെ അമ്മച്ചി ഈ നേരം വരെ എന്നോട് മിണ്ടിയിട്ടില്ല. അവസാനം കുടുംബക്കാരൊക്കെ കൂടി ഒരു തീരുമാനമെടുത്തു. ഇപ്രാവശ്യം പിടിച്ചിക്കാൻ എനിക്ക് കഴിഞ്ഞില്ലടി കൊച്ചേ. നമ്മുടെ പടത്തിലുള്ള സിസിലേ നീ അറിയത്തില്ലയോ? അതിന് തന്നേന്നള്ളയൊന്നുമില്ല. അത്യാവശ്യം കാണാനും കൊള്ളാം. വയ്യാത്തതിൻ്റെ അമ്മച്ചി അവൾ പൊന്നുപോലെ നോക്കുന്ന എല്ലാവരും പറയുന്നു. നിന്നെ കെട്ടാനുള്ള യോഗം എനിക്ക് ഇല്ലടി മോളെ. ഇനി എൻ്റെ അമ്മച്ചിയുടെ കണ്ണീര് കാണാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ സമ്മതിക്കാൻ പോവാ. ക്രിസ്മസിന് നീ വരില്ല എന്നറിയാം. ചിലപ്പോൾ ക്രിസ്മസിന് മുമ്പ് കല്യാണം ഉണ്ടാവും. ഇത്രയും കാലം ബുദ്ധിമുട്ടിച്ചതിന് ക്ഷമിച്ചേക്കണേ കൊച്ചേ. നിന്റെ പാവ എബിച്ചനല്ലിയോടി ഇത്. നീയും നിന്റെ വീട്ടുകാരൊന്നും നന്നായിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കാൻ. കണ്ണു നിറഞ്ഞ അവൾക്ക് ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. മൊബൈൽ താഴെ വീണ് ചിതറി. കണ്ണിൽ ഇരുട്ട് കയറി. പിന്നോട്ട് മറിയാൻ തുടങ്ങുമ്പോൾ തൻ്റെ നേർക്ക് ആരൊക്കെ ഓടി വരുന്ന ഒരു സ്വപ്നം പോലെ മെർലിൻ കാണുന്നുണ്ടായിരുന്നു. കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക.